ഹലോ ഗൈസ്, കൊടൈക്കനാലിലെ മുമ്പത്തെ വീഡിയോസ് കാണണമെങ്കിൽ മുകളിലുള്ള കാർഡ് പ്രസ് ചെയ്താൽ നിങ്ങൾക്കെല്ലാം കാണാൻ പറ്റും. ഇന്ന് നമ്മൾക്ക് പൈൻ ഫോറസ്റ്റിലേക്ക് പോകാം. ഇന്ന് ഞങ്ങളുടെ കൊടൈക്കനാലിൻ്റെ 4th ഡേ ആണ്. ഞങ്ങളപ്പോൾ റിസോർട്ട് വെക്കേറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ പോയത്. അപ്പോൾ പോണേക്ക് മുമ്പ് ഞങ്ങൾ റൂമിലും അവിടെ പരിസരത്തും ഒക്കെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. ഭയങ്കര അടിപൊളി റിസോർട്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ പതുക്കനെ പൈൻ ഫോറസ്റ്റിലേക്ക് ഞങ്ങൾ യാത്ര തുടങ്ങി. പൈൻ ഫോറസ്റ്റിലേക്കുള്ള യാത്ര സൂപ്പറായിരുന്നു. പക്ഷേ അപാര ബ്ലോക്കുമായിരുന്നു. ഞങ്ങൾ രാവിലെ ഒരു 8 മണിക്ക് തുടങ്ങിയെങ്കിലും റോട്ടിൽ എനിക്ക് തോന്നുന്നു ഒരു 2-3 മണിക്കൂറെങ്കിലും നമ്മൾ വെയിറ്റിംഗ് ആയിട്ടുണ്ടാവും. അത്രയും ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ അത്രയും ബ്ലോക്ക്. പോണ വഴിക്കൊക്കെ മനോഹരമായ ദൃശ്യങ്ങൾ കാണാൻ നമുക്ക് സൈഡിലും ഒക്കെ ആയിട്ട് എന്ത് ഭംഗിയാണെന്നോ കാണാൻ. പോണ വഴിക്ക് ആദ്യം തന്നെ ഞങ്ങൾ എത്തിയത് നല്ലൊരു വ്യൂ പോയിൻ്റാണ്. അതിൻ്റെ പേര് മൊയർ പോയിൻ്റ് എന്നാണ്. യൂറോപ്യൻ എഞ്ചിനീയറായ സർ തോമസ് മൊയർ, അദ്ദേഹത്തിനുള്ള ആദരസൂചകമായിട്ടാണ് ഈ സ്ഥലത്തിന് മൊയർ പോയിൻ്റ് എന്ന പേരിട്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് നോക്കിയാൽ താഴ്വരയുടെ സൂപ്പർ സീനുകൾ കാണാം. മാത്രമല്ല അവിടെ ഒരു വാച്ച് ടവറും കൂടെ ഉണ്ട്. അവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ ദൂരെയുള്ള കാഴ്ചകൾ കുറച്ചും കൂടെ നല്ല സൂപ്പറായിട്ട് നമുക്ക് കാണാൻ പറ്റും. മൊയർ പോയിൻറ്റിൻ്റെ സ്റ്റെപ്പ് കയറി ചെല്ലുമ്പോൾ തന്നെ സർ തോമസ് മൊയറിനുള്ള ആദരവ് കാട്ടാനുള്ള ഒരു സ്മാരകം അവിടെ നമുക്ക് കാണാം. അവിടുന്ന് ഞങ്ങൾ പിന്നെ നേരെ പോയത് പൈൻ ഫോറസ്റ്റിലേക്കാണ്. പൈൻ ഫോറസ്റ്റ് അത് കൊടൈക്കനാലിലെ ഒരു പ്രധാന കാഴ്ച തന്നെയാണ് കേട്ടോ. നല്ല അട്രാക്റ്റീവ് പ്ലേസാണ്. നമ്മൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവും. പക്ഷേ ഞങ്ങൾ ചെന്നപ്പോൾ നല്ലപോലെ കോട ഇറങ്ങുന്നുണ്ടായിരുന്നു. അത് ഇടയ്ക്ക് ചാറ്റൽ മഴ ഉണ്ടാവും, ഇടയ്ക്ക് അങ്ങോട്ട് വെയിലാവും. പിന്നെ പെട്ടെന്നൊരു കോടയൊക്കെ ഇറങ്ങണം. ഇങ്ങനെ കാണാൻ എന്ത് രസമാണെന്ന് നമ്മൾ നോക്കിയിരിക്കുമ്പോൾ ഞാൻ സാധാരണ ഫിലിമിലൊക്കെ കണ്ടിട്ടുള്ളൂ. ഒരുപാട് ഷൂട്ടിംഗ് ചെയ്ത സ്ഥലങ്ങളാണ്. നമ്മൾക്ക് സൂപ്പറാണ് ഈ സ്ഥലം, ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇതിവിടെ 10 മണി മുതൽ 6 മണി വരെയാണ് ഇതിൻ്റെ ടൈമിംഗ് എന്ന് പറയുന്നത്. പിന്നെ പൈൻ ഫോറസ്റ്റിൽ കൂടെയുള്ള നടത്തമാണ് സൂപ്പർ. ഇവിടെ കുറേ ആൾക്കാർ നടത്തേണ്ട നേച്ചർ വാക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ അടിപൊളി എക്സ്പീരിയൻസ് തന്നെയായിരിക്കുള്ളൂ. കുഞ്ഞുമോന് കുഴപ്പമൊന്നും ഉണ്ടായില്ല, അവൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. പക്ഷേ എനിക്ക് ഒരു ചെറിയ ബ്രീത്തിങ് പ്രോബ്ലം ഒക്കെ തോന്നി. എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുകളിലേക്ക് ഇങ്ങനെ കയറി പോകല്ലേ, മുകളിലേക്ക് കയറും തോറും കോടയും എല്ലാം ആയിട്ട് നമ്മൾക്ക് ശ്വാസം കിട്ടണില്ല. ഞാൻ വിചാരിച്ചു അയ്യോ എൻ്റെ കഥ തീർന്നു, അത്രയും എനിക്ക് ബ്രീത്തിങ് സ്റ്റക്കായിപ്പോയി. പിന്നെ ഞാൻ വായുകൊണ്ടൊക്കെ കുറേ ഇങ്ങനെ എന്ന് ശ്വാസം എടുത്തിട്ടാണ് ഒന്ന് ശരിയായത്. എനിക്ക് അറിഞ്ഞുകൂടാ, ഇനി ഡെലിവറി കഴിഞ്ഞ് കുറച്ച് 8 മാസമല്ലേ അന്ന് ആയിട്ടുണ്ടായുള്ളൂ. പക്ഷേ ഇവർക്കൊന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ ആരോഗ്യസ്ഥിതി എത്ര നല്ല സ്ഥിതിയാണെന്ന്. പക്ഷേ അവിടെ ബ്രീത്തിങ് പ്രോബ്ലം ആയിട്ട് കുറേ പേര് ചുമക്കുക അങ്ങനെയൊക്കെ കുറേ ഇത് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അതിനൊന്നും ഫസ്റ്റ് എയ്ഡുകളോ അങ്ങനത്തെ ഒന്നും ഇതുമല്ല. നമ്മൾ തന്നെ നമ്മളെ ശ്രദ്ധിക്കണം. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും അവിടെ അടിപൊളിയാണ്. ഞങ്ങളും കുറേ റീൽസൊക്കെ എടുത്തു. ആൾക്കാർ കണ്ടമാന റീൽസും ഷൂട്ടിങ്ങുകളും ഒക്കെ. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് ഷൂട്ടിംഗ് കാണാൻ ഞങ്ങൾക്ക് ആ ഭാഗ്യം ഉണ്ടായില്ല. ഞങ്ങൾ സാധാരണ ആൾക്കാർ ഷൂട്ടിങ്ങും റീൽസും ഫോട്ടോ എടുക്കലൊക്കെ കണ്ടു. അവിടെ വന്നു. പിന്നെ അവിടെ കോട ഉണ്ടായ കാരണമാണോ എന്ന് അറിഞ്ഞുകൂടാ, അവിടെ ഹോഴ്സ് റൈഡിങ് ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ. പക്ഷേ അത് കോടയുള്ള കാരണം നിർത്തി വെച്ചിരിക്കായിരുന്നു. എന്താ വെച്ചാൽ ഒന്നും കാണൂല, നമ്മൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് ഒന്നും കാണൂല. പിന്നെ ഹോഴ്സ് റൈഡിങ് ചെയ്തിട്ട് കാര്യമില്ല. പക്ഷേ എന്നിരുന്നാലും നമ്മൾ ഇതൊക്കെ കാണുമ്പോൾ ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ. കോട വന്നും പോയി മാറി മെക്കി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. നല്ല സൂപ്പർ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അതൊന്ന് കണ്ട് അറിയണ തന്നെയായിരുന്നു. ഞങ്ങളും കുറച്ച് റീൽസൊക്കെ ഞങ്ങളും എടുത്തു. ഇടയ്ക്കിടയ്ക്കൊന്ന് തെളിഞ്ഞു വരും, പിന്നെ അത് ഫുൾ ഇരുട്ടാവും. സത്യം പറഞ്ഞാൽ കുറേ മുകളിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾക്കൊരു പേടിയൊക്കെ ആവും കേട്ടോ. എന്താ വെച്ചാൽ മൊത്തം ഇരുട്ട് അങ്ങനെ ഒക്കെ ആയിട്ട് ഞങ്ങൾ പൈൻ ഫോറസ്റ്റും അടിച്ചു പൊളിച്ചു. അപ്പോൾ അവിടെ നിന്ന് ഇരുട്ടാവണേക്ക് മുമ്പ് ഞങ്ങൾ വേഗം ഗുണ കേവിലേക്ക് പോകാൻ നോക്കി. പൈൻ ഫോറസ്റ്റൊക്കെ എല്ലാം ഒന്ന് ചുറ്റിക്കറങ്ങി എല്ലാവരും നിങ്ങളൊന്ന് കണ്ടിട്ട് വരും. ഞങ്ങളും അവിടെ കുറച്ച് റീൽസും ഒക്കെ ഞങ്ങൾ എടുത്തിരുന്നു. ഹാപ്പി ആയിരുന്നു. നല്ല സൂപ്പറായിരുന്നു കേട്ടോ. പൈൻ ഫോറസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് അത്രയും മനോഹരമായിരുന്നു. അത് നമ്മളുടെ മനസ്സങ്ങട് നമുക്ക് റിലാക്സ് ആയിട്ടിരിക്കാം. ആകെ പ്രശ്നം കോടയും തണുപ്പും, ഭയങ്കര തണുപ്പുമായിരുന്നു. എന്നാലും നമുക്ക് നമ്മളുടെ ഈ ക്ലൈമറ്റിൽ നിന്നൊക്കെ ഒന്ന് മാറി അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. നമുക്ക് ഭയങ്കര സന്തോഷമാവും. ഇത് കണ്ടാൽ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്